ഇത് കണ്ടോ ഫ്രണ്ട്സ്, നല്ലൊരു ചെടിയാണ്, നല്ല മണം. നിങ്ങളുടെ ഗാർഡനിൽ നിങ്ങൾക്ക് മണമുള്ള ചെടി വേണം, പിന്നെ നമുക്ക് എപ്പോഴും ഫ്ലവർ വരുന്ന ഒരു ചെടി വേണമെങ്കിൽ ഈ ചെടി നിങ്ങൾ അത്യാവശ്യമായിട്ട് വെക്കണം. സ്റ്റാർ പോലെ കാണുന്ന ഈ ചെടീന് അതുപോലെ നല്ല മണമുണ്ട്. നമ്മുടെ സീസണൽ പോലെയല്ല ഇത്. ഒരു വട്ടം നിങ്ങളുടെ ഗാർഡനിൽ ആഡ് ചെയ്താൽ ഇത് നിങ്ങളുടെ ഗാർഡനിൽ ഈട് നിൽക്കും. നല്ല മണമുണ്ട് ഇതിനകത്ത്, നല്ല രസമാകണ്ട. പിന്നെ അതുപോലെ അല്ല, ഈ ചെടി നിങ്ങൾ വെച്ചാലും കൂടുതൽ മെയിൻ്റനൻസ് ഒന്നുമില്ല, എളുപ്പം തന്നെ സ്പീഡിനാണ് ഇത് വളർന്നത്. ഇതൊരു ക്രീപ്പർ പ്ലാന്റാണ് ഫ്രണ്ട്സ്. ഇത് ക്രീപ്പർ എന്ന് പറഞ്ഞാൽ നല്ല ക്രീപ്പർ, നല്ല സ്പീഡിനാണ് ഇത് കവർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ക്രീപ്പറുള്ള ചെടി നിങ്ങൾക്ക് ബാൽക്കണിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാനാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ഇതൊരു ചെടിയാണ്. അതുപോലെ നല്ല മണമുണ്ട് ഇതിനകത്ത്. അപ്പം ഇത് കിളിക്കുന്ന സമയം പറഞ്ഞാൽ ഇത് നമ്മുടെ സമ്മർ സ്റ്റാർട്ട് ആകുമ്പം അല്ലെങ്കിൽ സമ്മർ തീരാൻ പോകുമ്പം നമ്മുടെ ക്ലൈമറ്റിൻ്റെ അനുസാരം ഇത് നല്ലതായിട്ട് ഇത് കിളിക്കും. വിൻ്റർ സമയത്ത് മഴ പോയി കഴിഞ്ഞ് അല്ലെങ്കിൽ മഴയത്തിൻ്റെ മുമ്പേ അതുപോലത്തെ ഒരു രീതിയാണ് ഇതിനെ കിളിക്കുന്നത്. പിന്നെ ഇതിന് ഫർട്ടിലൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലൊന്നും ഫർട്ടിലൈസ് ഇപ്പം കൊടുക്കുന്നില്ല. നമുക്ക് ബാക്കി ചെടി പോലെ കൊടുക്കുന്ന പോലെ ഇതിനും കൊടുക്കാം. പക്ഷേ സമ്മർ സമയത്തിൽ ഞാൻ ഇതിന് ബോൺ മീലിട്ട് എപ്പോഴും കൊടുക്കും. 15 ദിവസം അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് നല്ലതായിട്ട് കിളിച്ച് ബോൺ മീൽ കൊടുക്കും. പിന്നെ എന്താ കാര്യം ഒരു പറഞ്ഞാൽ, ഇതിനകത്ത് നിന്ന് വെള്ളം സ്റ്റോക്കായാൽ നിങ്ങളുടെ ചെടി അപ്പം തന്നെ ഇത് ചീഞ്ഞു പോവും. അപ്പം നിങ്ങൾ നോക്കണം വെള്ളം നല്ലതായിട്ട് ഡ്രെയിൻ ആകുന്നു. ചൂട് സമയത്ത് സഹിക്കാം, പക്ഷെ മഴ സമയത്തിന് ഇതിന് കൂടുതൽ വെള്ളം ഡയറക്റ്റ് മഴവെള്ളം എല്ലാം വീണ് കഴിഞ്ഞാൽ വെള്ളം പോയില്ലെങ്കിൽ അത് മൊത്തം ചെടി അഴുകാവും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. നല്ല മണമെന്ന് പറഞ്ഞാൽ നല്ല മണമാണ്. അപ്പം കണ്ടാലും നല്ല രസമാണ് ഇത്. സന്ധ്യയാവുന്ന സമയത്ത് നമ്മൾ കൊച്ചു സ്റ്റാർ ഇട്ടുന്ന പോലെ അതുപോലെ ഒരു രസമുണ്ട് ഇതിനകത്ത്. വേണ്ടേ, ഇത് ഒരു ഇലയ്ക്ക് അവിടെ തന്നെ പൂ കിളിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻസും ചെയ്യണേ. താങ്ക് യു.